ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ മൂടിവെച്ച സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇന്നത്തെ ഹൈക്കോടതി നടപടികൾ. മുദ്രവെച്ച കവറിൽ റിപ്പോർട്ടുമായി എത്തിയ സർക്കാരിനെ കോടതി മുൾമുനയിൽ നിർത്തി. കഴിഞ്ഞ 4 വർഷം നിങ്ങൾ ഈ റിപ്പോർട്ടിൽ എന്ത് ചെയ്തുവെന്നായിരുന്നു സർക്കാരിനോടുള്ള കോടതിയുടെ ആദ്യ ചോദ്യം. 2021 ഫെബ്രുവരി 6-ന് റിപ്പോർട്ട് DGPക്ക് കൈമാറിയിരുന്നുവെന്ന് AG. പിന്നെ എന്തുണ്ടായി എന്ന് ചോദിച്ചപ്പോൾ ഒന്നും സംഭവിച്ചില്ലെന്ന് മറുപടി. ഇതോടെയാണ് കോടതിയുടെ സ്വരം കടുത്തത്. നിഷ്ക്രിയതയ്ക്ക് ന്യായീകരണമുണ്ടോ എന്ന ഈ കോടതി. ഗുരുതര സ്വഭാവമുള്ള ലൈംഗിക പീഡനങ്ങൾ, പോക്സോ കുറ്റകൃത്യങ്ങൾ ഇതൊക്കെ പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് ചെറുവിരൽ അനക്കിയില്ല? രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാൻ സർക്കാരിന് ബാധ്യതയില്ലേ എന്നും ഹൈക്കോടതി തുറന്നടിച്ചു. കടുത്ത വിമർശനങ്ങൾ ഉയർന്നപ്പോൾ റിപ്പോർട്ടിൽ ചില പരാമർശങ്ങൾ മാത്രമേ ഉള്ളൂ എന്നായി സർക്കാർ. ആര് ആർക്കെതിരെ എന്ത് കുറ്റം, ഇതൊന്നും റിപ്പോർട്ടിലില്ല. റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ജസ്റ്റിസ് K ഹേമ തന്നെ നിലപാടെടുത്തതുകൊണ്ടാണ് സർക്കാർ തുടർ നടപടികൾ ഉണ്ടാകാതിരുന്നതെന്നും AG ന്യായീകരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ചില പരാമർശങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനായിരുന്നു സർക്കാരിന്റെ ശ്രമം. അവിടെ കോടതി നൽകിയൊരു മറുപടിയുണ്ട്. ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയാൽ അത് ആരുടേതാണ്, എന്ത് സംഭവിച്ചു എന്നൊന്നും അറിയില്ല എങ്കിൽ ഇവിടെ ഒരു അന്വേഷണം നടക്കില്ലേ എന്ന്. ഈ റിപ്പോർട്ടിൽ കുറ്റക്കാരെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചതിനുള്ള ചുട്ട മറുപടിയായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. സർക്കാർ വാദങ്ങളെ പൂർണ്ണമായും തള്ളിയ കോടതി അന്വേഷണം നടക്കാതെ കുറ്റകൃത്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കാൻ SITക്ക് കോടതി 2 ആഴ്ചത്തെ സമയം നൽകി. വിശദമായ പരിശോധന നടത്തി കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ എന്നതടക്കം കോടതിയെ അറിയിക്കണം. ഓണാവധിക്ക് ശേഷം ആക്ഷൻ ടേക്കൻ റിപ്പോർട്ട് സർക്കാർ കോടതിക്ക് കൈമാറണം. ഇതിനിടെ വാർത്തകൾ നൽകുന്നതിൽ മാധ്യമങ്ങളെ തടയണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. അവർ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുമെന്ന് ഹൈക്കോടതി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.